ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എല്ലാവർക്കും അറിയാമായിരിക്കാം അല്ലേ, ചീരുപ്പേരിയാണ്. പല വീട്ടിലും കുട്ടികൾ ഉള്ളത് കാരണം ഉണ്ടാക്കാറില്ല. എൻ്റെ വീട്ടിൽ വളരെ റെയറാണ്. ബിക്കോസ് വാട്ട് ഈസ് ദിസ് റെഡ് ലീഫ് എന്ന് ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ് പിള്ളേർ. എന്താണ് ഒരു വെളിച്ചെണ്ണ വീഴാത്തതാണ്, ഒക്കെ കട്ട പിടിച്ചിരിക്കുന്നു. ഇനി ഇവിടെ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചോപ്പ് ചീര ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോണത്. അറിയണ റെസിപ്പി ആണെങ്കിൽ ക്ഷമിക്കുക, അറിയാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കടുകിടുക, എന്നിട്ട് അതൊന്ന് പൊട്ടണ സമയത്ത്, ഒരുപാട് ചീര ഉപ്പേരിക്ക് എരിവ് കൂടുതൽ പാടില്ല, അപ്പം അതുകൊണ്ട് ജസ്റ്റ് 2 വറ്റൽമുളക് മാത്രമേ ഇടുള്ളൂ. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സവോള ചെറുതാക്കി മുറിച്ചത്, അധികം എണ്ണ വേണ്ടാത്തുള്ളൂ. ചീരയിലൊക്കെ പെട്ടെന്ന് എണ്ണ കാണിക്കും. ഇനി മഞ്ഞപ്പൊടി, വളരെ കുറച്ച് ഉപ്പ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലേ, പക്ഷെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ചിലവർ അരിയൊക്കെ പൊടിച്ചിടും, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ പിന്നെ അതൊന്നും ചെയ്യാറില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്യാറ്. പിന്നെ വുഡൻ സ്പൂൺ എവിടെ ചോദിക്കും. വുഡൻ സ്പൂണ് കഴുകാനിട്ടിട്ട് കാണാനില്ലെന്ന്, അതുകൊണ്ടാണ് ഇതെടുത്തത്. സോറിയേ. ഓക്കെ, ഒരുപാട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചീര നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് പൊടി പൊടിയായിട്ട് മുറിച്ച് വെച്ച ചോപ്പ് ചീര. ഓരോ ചീര ഉപ്പേരിയും ഓരോ പോലെയാണ് ഉണ്ടാക്കുക. എനിക്കിത് ഇഷ്ടമാണ്, ഇല്ലയെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഫേവറേറ്റ് അല്ല. ഫേവറേറ്റ് മുരിങ്ങയില. ഇപ്പം ഇത്ര കാണുന്നുണ്ടെങ്കിലും ചൂന്നും പറഞ്ഞപ്പോൾ പോവും. നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഉപ്പിട്ട് വരാം. ഇട്ടുണ്ടായിരുന്നില്ല. അതെ, വന്നോ ഒന്നും ഓർമ്മയില്ലാണ്ടായി. ഓക്കെ, അമ്മ ഇതിൽ ഉള്ളിലോ? ഓക്കെ, അപ്പോൾ ഇനി ഇത് സിമ്മിൽ കിടന്നിട്ട് അടച്ചു വെക്കാൻ പോണു. സിമ്മിൽ കിടന്നിട്ട് ആവട്ടെ, ആയിട്ട് ശേഷം പിന്നെ കാണിച്ചു തരാട്ടുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റായി. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, മതി ചീര വെന്തത്. കൂടുതലിട്ടിട്ട് കൊളകൊളാന്നാക്കണ്ട. ഇത്തിരി ഒലർന്നിരിക്കുന്നതാണ് ചീരയ്ക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാക്കുക. ഇനി നമുക്ക് തേങ്ങയിടാം. നല്ല ഓലർന്നിരിക്കുന്ന ചീര കണ്ടോ, അപ്പോഴേ ഒരു നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നന്നായി വാർത്ത് വെക്കണം. ചീര ഹൈയിൽ വെക്കുക.
എന്നിട്ട് ഒന്നും കൂടി വെള്ളം ഇല്ല, ഒട്ടും തന്നെ ഇല്ല, വെള്ളം വറ്റിച്ചെടുക്കുക. ഒന്ന് പരത്തിയിട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഒന്നിങ്ങനെ വെള്ളം ആ തേങ്ങ ഒന്ന് അതിലേക്ക് ആവാൻ വേണ്ടിയിട്ടേ. ദാറ്റ്സ് ഓൾ. ഉപ്പ് നോക്കട്ടെ. ചില സമയത്ത് ചില ആൾക്കാർ ചീര ഉണ്ടാക്കുമ്പോൾ അല്ലേ ഇങ്ങനെ കുഴഞ്ഞ പോലെ ഉണ്ടാവും. അത് ചീരയുടെ എല്ലാ ഗുണങ്ങളും നഷ്ടമാവുമല്ലേ. അങ്ങനെ ചെയ്യണ്ട കേട്ടോളൂ. എല്ലാം സൂപ്പർ, നല്ല അസല് ചീര. ഇങ്ങനെ ഒലർന്നിരിക്കട്ടെ കാര്യം. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോപ്പ് ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതൊക്കെ അറിയാമെന്ന്. എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക. പിന്നെ നന്നായിട്ട് ചീര ഒലർന്ന് ഇങ്ങനെ കിട്ടുക, അതാണ് ഉപ്പേരിക്ക് എപ്പോഴും നല്ലത്. അതല്ലാതെ ഇങ്ങനെ കട്ട പോലെ വേണ്ട. ഇതാ ഇങ്ങനെ അങ്ങോട്ട് കണ്ടോ ചീര ഒലർന്നിരിക്കണ, അതുപോലെ നന്നായിരിക്കും. ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. വിനീസ് കിച്ചൺ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ.